തിരുവനന്തപുരം വെട്ടുകാട് കനത്ത മഴയിൽ കടലാക്രമണം രൂക്ഷം. തിരയടിച്ചു കയറി വീടുകൾ തകർന്നു. കല്ലുകൾ പാകി തടയണ കെട്ടണമെന്ന ആവശ്യം. കടലാക്രമണം തടയാൻ മത്സ്യത്തൊഴിലാളികൾ തന്നെ ക്ലേ ചാക്കുകളിൽ നിറച്ച് തടയണ കെട്ടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെട്ടുകാടാണ്. ഇവിടെയും കനത്ത മഴയിൽ കടലാക്രമണം വലിയ രീതിയിൽ രൂക്ഷമാണ്. പല വീടുകളും കടൽ കവർന്ന അവസ്ഥയിലാണ്. പല വീടുകളിലേക്കും തിരമാല അടിച്ചു കയറുന്ന ഒരവസ്ഥയുമുണ്ട്. ഇവിടെ കനത്ത മഴയിൽ ഒട്ടനവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു തീരത്തിൻ്റെ പകുതി വരെ തടയണ കെട്ടിയിട്ടുണ്ട്. വലിയ കല്ല് പാകി തടയണ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങളിൽ തടയണ കെട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ വരെ ഒരു സംരക്ഷണ മേഖലയായി തുടരുകയും അവിടെ കൂടി അടിക്കേണ്ട തിരയുടെ ഒരു മർദ്ദം ഇങ്ങോട്ടേക്ക് വരികയും വലിയ തോതിൽ തടയണ കെട്ടാത്ത ഈ ഭാഗത്തേക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതും വീട് തകരുന്നതും ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസമാണ്, എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു ദിവസമാണ്. ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇത് ക്ലേ ആണ്. ഈ ക്ലേ ഈ ചാക്കുകളിൽ നിറച്ചിട്ട് അവർ കടലിലേക്ക് കൊണ്ടുപോയി കെട്ടുകയാണ് ചെയ്യുന്നത്. ഈ തീരത്തെ താൽക്കാലികമായി സംരക്ഷിക്കാൻ, അവരുടെ വീടുകളെ താൽക്കാലികമായി സംരക്ഷിക്കാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് നീങ്ങി ഒരു 300 മീറ്ററോളം കടൽ ഭിത്തി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 300 മീറ്റർ കെട്ടും എന്ന് പറഞ്ഞിട്ട് അത് അവർ പറഞ്ഞത് അന്ന് ആ സമയത്ത് പറഞ്ഞത് അടുത്ത കോൺട്രാക്റ്റിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കഴിഞ്ഞ രാത്രികളിലൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഇവർ പറയുന്നത് ഈ ട്രോളിംഗ് കാരണം ഇവരുടെ ഉപജീവന മാർഗം മുടങ്ങി നിൽക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്തും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഈ ക്ലേ നിറച്ച് കടലിനെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. ഇവിടെ ഒരു വീട് തകർന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാ നിങ്ങൾ ആ വീട് നോക്കൂ. അതൊരു കല്ലുകൾ അവിടെ ഇട്ടിട്ടുണ്ട്, ചെറിയ കല്ലുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് തടയണ കെട്ടുന്നത്. ആ വീട് തകർന്ന ഒരവസ്ഥയിലാണ്. ആ വീടിന്റെ ഭൂരിഭാഗം ഭാഗവും തകർന്നിട്ടുണ്ട്. ആർത്തുലച്ച് വരുന്ന തിരയിൽ തകർന്ന വീടുകളാണ് ഇവിടെ മൊത്തം. ഈ വെട്ടുകാട്, അതുപോലെ തന്നെ നേരത്തെ കണ്ണാന്തുറയിലും ഇത്തരത്തിലുള്ള ഒരുപാട് ഒട്ടനവധി വീടുകൾ, ഒട്ടനവധി ജീവിതങ്ങൾ ഇത്തരത്തിൽ ദുരിതത്തിലാണ്. ക്യാമറമാൻ ബിജു മടവൂരിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.